ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായ ഞങ്ങളുടെ കർത്താവും ദൈവമായവനെ, ഈ സമയത്ത് അങ്ങയുടെ തിരുസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങൾ, ഞങ്ങളുടെ നാവ് കൊണ്ട് മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞത്, ഞങ്ങൾക്ക് വേണ്ടാത്ത മേഖലകളിൽ ഞങ്ങളിൽ ഇടപെട്ടത്, ഞങ്ങളുടെ പാരമ്പര്യമായ ഞങ്ങളുടെ ജീവിതത്തിലൂടെ എല്ലാം വന്നു ചേർന്ന ശാപങ്ങളും പാപങ്ങളും ബന്ധനങ്ങളും എല്ലാം കർത്താവെ അങ്ങ് എടുത്തു കളയണമേ, വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയിൽ ഇപ്പോൾ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് വാഴ്ത്തണമേ. നിങ്ങളുടെ ശരീരത്തിലേക്ക് ചേരാനുള്ള പ്രത്യേകമായ വിളി ഓരോ പ്രിയപ്പെട്ടവർക്കും കൊടുത്തതിനായി നന്ദി പറയുന്നു. അങ്ങയുടെ വചനത്തിൽ ശക്തിയോടെ ബലപ്പെടുവാൻ ഈ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുന്നതിനും അനുഗ്രഹിച്ചതിനുമായിട്ട് കോടാനുകോടി നന്ദിയും സ്തുതിയും സ്തോത്രവും അടിയങ്ങൾ സമർപ്പിക്കുന്നു. ദൈവകൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ. തന്നുയിരേ പാപികൾക്കാ തന്നവനാ നീ ഇനിയും, തന്നുയിരേ പാപികൾക്കാ തന്നവനാ നീ ഇനിയും, തള്ളിടുമോ ഏഴയെന്നേ തീരുമോ നിൻ സ്നേഹമെന്നിൽ, തള്ളിടുമോ ഏഴയെന്നേ തീരുമോ നിൻ സ്നേഹമെന്നിൽ. പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്ന വചനം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായം 2-ാം വാക്യം. അവൻ ഈ ചെറിയവരിൽ ഒരുത്തൻ ഇടർച്ച വരുത്തുന്നതിനേക്കാൾ ഒരു തിരിക്കല്ല് അവന്റെ കഴുത്തിൽ കെട്ടി അവനെ കടലിൽ എറിഞ്ഞു കളയുന്നത് അവന് നന്ന്. സൂക്ഷിച്ചുകൊള്ളുവിൻ. പ്രിയപ്പെട്ടവരെ, പെട്ടെന്ന് കേൾക്കുമ്പോൾ ഏറെ നിരാശയുടെ വാക്കുകളെന്ന് തോന്നും. പക്ഷെ ഇതിന്റെ പിന്നിൽ ഒരു നന്മയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ദൈവം നമ്മോട് പറഞ്ഞതും നമ്മെ ചേർത്ത് പിടിച്ചതും കർത്താവിന്റെ ശരീരമാകുന്ന പരിശുദ്ധ സഭയുടെ അംഗങ്ങളാക്കിയിട്ടാണ് ചേർത്ത് പിടിച്ചത്. അങ്ങനെ പരിശുദ്ധ സഭയുടെ അംഗങ്ങളായി തീരുമ്പോ നമുക്കൊരു പ്രൊട്ടക്ഷനും നമുക്ക് വേണ്ട ആത്മീയമായ എല്ലാ കാര്യങ്ങളും അതിലൂടെ വരുന്നതായി നമ്മൾ മനസ്സിലാക്കി. പ്രത്യേകിച്ച് ഇന്ന് ഈ ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അപ്രകാരം കൂട്ടിവരുത്തിയിരിക്കുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തില് ദൈവം ആഗ്രഹിക്കുന്നത് സന്തുലിതവും സമാധാനവും നിറഞ്ഞൊരു ജീവിതമാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞ ലോകം തരാത്ത ഒരു സമാധാനമാണ് തന്നേച്ചു പോയത്. നിങ്ങളും ഞാനും നമ്മൾ എല്ലാവരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായി ഏക ശരീരത്തിന്റെ ഭാഗമായി അനുഗ്രഹത്തോടെ ജീവിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ രണ്ട് വാക്ക് അതിൽ നമുക്ക് എടുക്കാം. ഒന്ന്, നാം സമാധാനത്തോടെ ജീവിക്കുവാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. രണ്ട്, നാം അനുഗ്രഹത്തോടെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കാൻ ദൈവം നമ്മെ വിളിച്ച് തന്നോട് ചേർത്ത് വെച്ചിരിക്കുന്നു. മന്ന പറക്കി എല്ലാവർക്കും ഒരുപോലെയാണ് കിട്ടിയത്. പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത്തിന്റെ കാര്യം, കൂടുതൽ പറക്കിയവർക്കൊന്നും അത് നിന്നില്ല. എല്ലാവർക്കും ഒരുപോലെ. 5 അപ്പത്തെ 5000 പേർക്ക് കൊടുത്തപ്പോഴും 4 അപ്പത്തെ 7000 പേർക്ക് വീതിച്ചപ്പോഴും എല്ലാം, പ്രിയപ്പെട്ട 4000 പേർക്ക് 7 അപ്പത്തെ വീതിച്ചപ്പോഴെല്ലാം അവിടെ എല്ലാം സംഭവിച്ചത് ഈ അത്ഭുതമാണ്. ദൈവം വീതം വെക്കുമ്പോൾ, ദൈവം അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് ഒരുപാട് അത്ഭുതങ്ങൾ ഉണ്ടാകും. ദൈവം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഒരുപാട് അത്ഭുതങ്ങൾ ഉണ്ടാകുന്നു. അത്രമാത്രം പീസ്ഫുൾ ആയിരിക്കുന്ന, സമാധാനം നിറഞ്ഞ, സന്തോഷം നിറഞ്ഞ, ഫലം കായ്ക്കുന്ന ജീവിതമാണ് പരിശുദ്ധ സഭ യേശുവിന്റെ ശരീരത്തിന്റെ ഭാഗമായി നിലകൊള്ളുന്നത്. ഈ ശുശ്രൂഷയിൽ നാം ഇപ്പോൾ ഇരിക്കുന്നത് കർത്താവ് തന്റെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ചത് കൊണ്ടാണ്. നിങ്ങളും ഞാനും നമ്മളെല്ലാവരും ആ സമാധാനം അന്വേഷിക്കണം, അതിൽ പിന്തുടരണം. അപ്പോൾ മറ്റുള്ളവരുമായി നമ്മുടെ ബന്ധം എപ്രകാരമായിരിക്കണം? എല്ലാവരും ഈ സഭയുടെ, യേശുവിന്റെ ശരീരത്തിന്റെ സൗന്ദര്യം അനുഭവിക്കണം എന്നുള്ളതാകണം. ഇതിന് ഘടകവിരുദ്ധമായി പരസ്പര വിദ്വേഷമോ പരസ്പരം തകർച്ചയുടേതായ വാക്കുകളോ പരസ്പരം തകരണമെന്നുള്ള ചിന്തകളൊക്കെ പങ്കുവെക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നാം സാത്താന്റെ കൂടാരത്തിലേക്ക് ചെന്ന് വീഴുകയാണ്.
അതുകൊണ്ടാണ് പറഞ്ഞത് ഇടർച്ച വരുത്തുന്നത്. ഈ സമാധാനത്തിനും ഈ അനുഗ്രഹത്തിൽ നിന്നെല്ലാം ഇടർച്ച വരുത്തിയാൽ അതിലും ഭേദം നിങ്ങൾ മരിക്കുന്നതാണെന്ന് പറയാൻ കാരണം അത്രമാത്രം സ്നേഹവും സമാധാനവും സന്തോഷവുമാണ് ദൈവം നൽകുന്നത് എന്നുള്ള പോസിറ്റീവായ ചിന്ത ഏറ്റെടുത്ത് അതിൽ ജീവിക്കുവാൻ ഞാൻ നിങ്ങളും വിളിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഈ സമാധാന ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവ് പ്രവേശിപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ശുശ്രൂഷയിൽ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ സ്വർഗീയമായ സമാധാനത്തിലേക്ക് പ്രവേശിക്കട്ടെ. കർത്താവിനോട് ചേർന്ന് വളരാൻ ഇവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവരുടെ മേൽ പരിശുദ്ധാത്മാവായ ദൈവം അങ്ങ് ഇറങ്ങി വ്യാപരിക്കണമേ. ഇവരുടെ ശരീരത്തിലും ജീവിതത്തിലുമുള്ള പൈശാചിക ബാധകൾ പൊട്ടപ്പെടട്ടെ. ഇവരുടെ ജീവിതത്തിൽ ഇടർച്ചകൾ മാറിപ്പോകട്ടെ. ഇവരോ ഞങ്ങൾ ആരും ഇടർച്ചയ്ക്ക് കാരണമാകാതിരിക്കട്ടെ. ഇടർച്ചയ്ക്ക് കാരണമാകുന്ന ഞങ്ങളുടെ നാവുകൾ കർത്താവെ ശുദ്ധീകരിക്കാൻ ഭാഗ്യം തരണമേ. ഞങ്ങളുടെ പാപം മോചിച്ചു തരണമേ. ഞങ്ങളുടെ തിന്മയില്ലാതെയാക്കണമേ. ഞങ്ങളുടെ അകൃത്യം എടുത്തു മാറ്റണമേ. ഞങ്ങളെ ശുദ്ധി ചെയ്യണമേ. ഞങ്ങളെ വളർത്തണമേ. കൃപയാൽ ധന്യരാക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ. 2 ശുശ്രൂഷകൾ ദിവസേന നമുക്കുണ്ട്. 2 മണിയുടെ ഈ ചെറിയ പ്രാർത്ഥനായോഗവും വൈകുന്നേരമുള്ള 8 മണിക്ക് ആരംഭിക്കുന്ന പ്രാർത്ഥനായോഗവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ അതിൽ ബലപ്പെടുത്തട്ടെ. ദൈവസ്നേഹം കൊണ്ട് നമ്മുടെ ജീവിതം നിറയട്ടെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ കൃപയും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംബന്ധവും നിങ്ങളോടുകൂടെ ഉണ്ടാകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആമീൻ.